ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാങ്കിങ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ചുറ്റുമുള്ള ബാങ്കുകളായിരിക്കും അല്ലെ. ഒരു ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയാം എക്സാം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലാണ്. എന്താ പറയാ, ലൈഫ് ഒന്ന് സെറ്റായി ബാങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഒത്തിരി പേരുടെ സ്വപ്നമാണ് ഒരു ബാങ്കിൽ ജോലിക്ക് കയറുക എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ മാത്രമല്ല സ്വപ്നം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാങ്ക് ജോലിക്കാരനാണ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലിക്കാരിയാണെന്ന് പറയുമ്പോൾ ഒരു വില കൂടുതലാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അത് പറയാതിരിക്കാൻ മേല. അത്രമാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, ഒത്തിരി അലവൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോ ബാങ്കിൽ നിന്നാകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്ടറിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ അലവൻസ് ബാങ്കിങ് സെക്ടറിൽ കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായും എന്തായിരുന്നു, ബാങ്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരു എക്സാം എഴുതാതെ ബാങ്ക് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്? ആദ്യം നമ്മൾ SBIയുടെ നമ്മൾ പറഞ്ഞു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറുടെ കാര്യം, നമ്മൾ എക്സിക്യൂട്ടീവിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സെഷനിലുണ്ട്, പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് വീഡിയോ കാണുക. എല്ലാവരും അപ്ലൈ ചെയ്യുക, ഇനിയും അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. ഓക്കെ, ഇനി ഞാൻ വേറൊരു സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ സ്ലൈഡ്. അപ്പോ ഇതില് ഒരു ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ബാങ്കാണ് ആക്സിസ് ബാങ്ക് അല്ലെ. നമ്മുടെ നാട്ടില് ഉള്ള ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബാങ്ക് തന്നെയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. നമുക്കൊരു ആക്സിസ് ബാങ്കിൽ ജോലിയാണെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ എങ്ങനെയാണ് ആക്സിസ് ബാങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക? നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുകൾ ഈ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആലോചിച്ച് നോക്കി, ആക്സിസ് ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജർ ആണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു വിലയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന വിലയുണ്ട്. അതിലുപരി നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്ന ഒരു കാര്യം, നല്ലപോലെ സാലറിയും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഒരു കോഴ്സ് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം എഴുതിയിട്ടാണ് എന്ത് കിട്ടുന്നത്, സാലറി കിട്ടുന്നത്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് 4-5 മാസം മുതൽ എന്തായിരുന്നു, ഒരു സ്റ്റൈപ്പൻഡ് പോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പറയുന്നത്. ആനുവലി നിങ്ങൾക്ക് എത്ര കിട്ടും? ആനുവലി സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 6.3 ലാക്ക് മുതൽ 6.8 ലാക്ക് വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ്. കാരണം റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഒക്കെ ലൊക്കേഷൻ വേറെയാണ്. അപ്പൊ ലൊക്കേഷൻ അനുസരിച്ച് പ്ലസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സിസ് ബാങ്ക് CBG റിലേഷൻഷിപ്പ് മാനേജർ പ്രോഗ്രാം വരുന്നുണ്ട്. ആക്സിസ് ബാങ്കിന്റെ ആണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ബാങ്കിൽ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ CBG റിലേഷൻഷിപ്പ് മാനേജർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്തായിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിന്റെ ഫീസും മറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ എത്രയാ ഫീസ് വരുന്നത്? 299 രൂപയാണ് ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഫീസ്. എത്രയാണ്? 299 രൂപയാണ് ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഫീസ് ആയിട്ട് വരുന്നത് കേട്ടോ. 299 രൂപയാണ് ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഫീസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഫീസ് എത്രയായിരുന്നു വരുന്നത്? 299. ഇനി ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? ഡോക്യുമെന്റ്സ് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, 10ാം ക്ലാസ്സിന്റെ +2 ഗ്രാജുവേഷൻ മാർക്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതൊക്കെ എന്തായിരുന്നു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും.
അപ്പൊ അപ്ലൈ എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് സെൻഡ് OTP കൊടുക്കാം. OTP കൊടുത്താൽ നിങ്ങൾക്ക് ഒരു OTP വരും. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നു ഒരു ഓൺലൈൻ അസസ്മെന്റ് ചെയ്യണം. ഓക്കെ, ഓൺലൈൻ അസസ്മെന്റ്. അപ്പൊ ഈ ഒരു ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ 80 മിനിറ്റ് ആണ് ഈ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉള്ളത്. എത്രയായിരുന്നു? 80 മിനിറ്റ് ആണ് ഓൺലൈൻ അസസ്മെന്റ് ഉള്ളത്. ഈ ഒരു ഓൺലൈൻ അസസ്മെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നോർമലി ഉള്ള ഒരു ഓൺലൈൻ അസസ്മെന്റ് പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങൾ ഓൺലൈൻ അസസ്മെന്റിൽ പാസ്സായി കഴിഞ്ഞാൽ, അത് നമ്മുടെ എക്സാം ആ ഒരു ലെവലിലല്ല, ജസ്റ്റ് ഓൺലൈൻ അസസ്മെന്റ്, നിങ്ങളുടെ മെന്റൽ എബിലിറ്റി ഒക്കെ നിങ്ങൾ ഈ ഒരു ജോലിക്ക് കേപ്പബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ ഒരു അസസ്മെന്റ് പോലെ നടത്തുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ 24 അത് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് കരിയർ 24/7 പാനൽ ഇന്റർവ്യൂ ആയിരിക്കും. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന ഇന്റർവ്യൂ ആണ്, എക്സാം അല്ല. ഓക്കെ, ഇപ്പൊ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് കുത്തിയിരുന്ന നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരിയർ 24/7 പാനൽ ഇന്റർവ്യൂ ഉണ്ട്. ആ ഒരു ഇന്റർവ്യൂവിന് എന്തായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ നമുക്ക് എന്തായിരുന്നു, ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, അതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, ഓൺലൈൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഓഫ്ലൈൻ ആണോ ഇനി അതുവരെ പോകണോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഓൺലൈൻ ആയിരിക്കും നിങ്ങളുടെ ഈ ഇന്റർവ്യൂ മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായിരിക്കും? ഓൺലൈൻ ആയിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് പാനൽ ഇന്റർവ്യൂ ഉണ്ട്. ആക്സിസ് ബാങ്ക് പാനൽ ഇന്റർവ്യൂ ഉണ്ട്. ആക്സിസ് ബാങ്ക് പാനൽ ഇന്റർവ്യൂ എന്തായിരുന്നു? ഫൈനൽ ഇവാലുവേഷൻ ടു ആക്സിസ് സസ്റ്റൈനബിലിറ്റി ഫോർ ദ റോൾ ആൻഡ് അലൈൻമെന്റ് വിത്ത് ആക്സിസ് വാല്യൂസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരിയർ 24/7 പാനലിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ എന്താണ്? നമ്മുടെ ആക്സിസ് ബാങ്ക് പാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് എന്തായിരുന്നു പ്രണവ് മിസ്, ഞാൻ കൂലിപ്പണി കാരണം +2 ആണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതിൽ നമുക്ക് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് കേട്ടോ. ഇത് ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. പ്രണവിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് 15-ാം തീയതി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ CPO വരുന്നുണ്ട്, പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വരുന്നുണ്ട്. ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. പ്രണവല്ല പ്രവീൺ അല്ലെ? ഓക്കെ, പ്രവീൺ. എനിക്ക് ചെറിയൊരു ശീലമുണ്ട്, PRA എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഊഹിച്ച് വായിക്കും. അങ്ങനെ ഒരു ചെറിയൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രവീൺ എന്നൊക്കെ കണ്ട് ഞാൻ പ്രണവ് എന്നൊക്കെ വായിക്കുന്നത്. ഓക്കെ, പ്രവീൺ, ഫൈൻ. അപ്പോ എന്തായാലും പ്രവീൺ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. 15-ാം തീയതി കുറെ ഉണ്ട്. ഓക്കെ പ്രവീൺ, അപ്പോ എന്തായാലും പ്രവീണ് അപേക്ഷിക്കുക കേട്ടോ. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, അപ്പൊ എന്തായാലും പഠിച്ചാൽ കിട്ടും. നമ്മള് കുറച്ച് സമയമെങ്കിലും, ഇതുപോലെ ഒത്തിരി കുട്ടികള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവരൊക്കെ അവരുടെ 1-2 മണിക്കൂർ മാത്രം മാറ്റിവെച്ച് ക്രാക്ക് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പൊ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന കുട്ടികള്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് സമയം മാറ്റിവെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് ക്രാക്ക് ചെയ്ത കുട്ടീനെ എനിക്കറിയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് LDC ട്രിവാൻഡ്രം റാങ്ക് ലിസ്റ്റിൽ 100ന്റെ അകത്ത് വന്ന ഒരു കൊച്ച് എന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അവൻ എന്താ ചെയ്യുന്നത്? അവൻ ഓട്ടോ ഓടിക്കുകയാണ്. അപ്പൊ അവൻ എല്ലാ സമയം കഴിഞ്ഞ് 2-3 മണിക്കൂർ അവൻ ആകെ കൂടി കിട്ടുള്ളൂ. അപ്പൊ അവൻ സ്റ്റാൻഡിലൊക്കെ ഓട്ടോ ഇട്ടിട്ട് ആ സമയം ഇരുന്നിട്ട് ആള് വരുന്ന സമയമില്ലേ അതുവരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ 100-നകത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി കേട്ടോ. 20 ഫോറസ്റ്റ് എക്സാമിനേഷൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നന്നായി ഇത് പഠിക്കണം കേട്ടോ, നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ബാക്ക് ടു ദ ആക്സിസ് ബാങ്ക്. അപ്പൊ നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ കരിയർ 24/7 ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടും. കാരണം ഓഫർ ലെറ്റർ കിട്ടിയാലേ നമുക്ക് ജോലിയുള്ളൂ അല്ലെ? ഓഫർ ലെറ്റർ നമുക്ക് കിട്ടും. അങ്ങനെ ഓഫർ ലെറ്റർ നമ്മൾ കിട്ടുന്നു, ഓഫർ ലെറ്റർ വാങ്ങുന്നു. ഓഫർ ലെറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു?
നിങ്ങൾക്ക് ഫീസ് അടച്ചു തുടങ്ങാം. അപ്പൊ ഫീസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഫുൾ പേയ്മെന്റ് എന്ന് പറയുന്നത് 2,25,000 പ്ലസ് GST ഉൾപ്പെടെ 2,65,500 ആണ്. അപ്പൊ നിങ്ങൾ എമൗണ്ട് കണ്ട് നെറ്റണ്ട കേട്ടോ. എമൗണ്ട് കണ്ട ഉടനെ എന്തായിരുന്നു വേണ്ട. ഓക്കെ, എമൗണ്ട് കണ്ടിട്ട് ഉടനെ നെറ്റണ്ട. ഇത് എങ്ങനെയാണ് അടക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തായിരുന്നു കൂലിപ്പണിയാണ് എന്റെ ജോലി, ഏതുമാത്രം നെഗറ്റീവാണ്. ഒരു നെഗറ്റീവും വിളിക്കുക, ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ കളിയാക്കിയവർ, നമുക്കൊരു ജോലിയായി നമ്മളൊരു നല്ല നിലയിലായി കഴിഞ്ഞാൽ ഈ കളിയാക്കിയവരെല്ലാവരും പറയും, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, അവൻ നല്ലൊരു ചെറുക്കനാന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഈ നാട്ടുകാരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കളിയാക്കുന്നവരൊക്കെ കളിയാക്കിക്കോട്ടെ, നമ്മൾ അത് വിഷയമേ ആക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതൊക്കെ അവര് വേണമെങ്കിൽ കളിയാക്കിക്കോട്ടെ, അവർക്ക് വേറൊരു പണിയില്ല. നമ്മൾ അതൊക്കെ എന്തായിരുന്നു ഇഗ്നോർ ചെയ്തിരുന്ന് പഠിക്കുക, എന്നിട്ട് റിസൾട്ട് കാണിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉത്തരം. വേറെ ഒരു ഉത്തരവും നമുക്ക് അവർക്ക് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. യെസ്, അതെ അതെ പ്രവീൺ, അങ്ങനെ പറയണം. നമ്മൾ എപ്പോഴും ഫുള്ളായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ പ്രവീണിന് ഇവിടെ എനിക്ക് അപ്ലൈ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളൊരു എഫേർട്ട് വന്നത്. അതുകൊണ്ടാണ്. ഇതിപ്പോ നമുക്കറിയാം എന്തായിരുന്നു, ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് ചെയ്യുന്നതെന്ന് അറിയാം. എന്നിട്ട് ഇവിടെ വന്ന് എന്റെ അടുത്ത് ചോദിക്കാൻ എഫേർട്ട് കാണിച്ചില്ലേ. സോ അത്രമാത്രം ആഗ്രഹമുള്ള കുട്ടിയാണ് പ്രവീണ്. അപ്പൊ എന്തായിരുന്നു, തീർച്ചയായും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട്. കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഡെയിലി വരിക. കറണ്ട് അഫയേഴ്സ് സെഷനിലൂടെ എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഫീ പേയ്മെന്റ് 2,65,000 രൂപ എന്ന് പറയുമ്പോൾ നെറ്റ് ഉണ്ടാവും, ഒറ്റയടിക്ക് കൊടുക്കും വേണ്ട. നിങ്ങൾ ആദ്യം അഡ്മിഷൻ ഫീസ് ആയിട്ട് 25,000 രൂപ മാത്രം നിങ്ങൾ പേ ചെയ്യുക. അതെന്തായിരുന്നു, നമ്മുടെ ഓഫർ ലെറ്റർ ഇല്ലേ, അത് സ്വീകരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 1,00,000 രൂപ പ്ലസ് GST ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞ് ക്യാമ്പസ് ടെന്യൂർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് 1,00,000 പ്ലസ് GST. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിപ്പോ എങ്ങനെയാണ്, നമ്മൾ ഇത് ഇത്ര വലിയ എമൗണ്ട് ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതുമല്ല, ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എൻറോൾമെന്റ് ഫീ 25,000 പ്ലസ് GST ലോൺ അവൈലബിൾ ഫോർ ബാലൻസ് ഫീ പേയ്മെന്റ് ഓഫ് 2 lakh പ്ലസ് GST. നിങ്ങൾക്ക് ആദ്യത്തെ 25,000 രൂപ മാത്രം കൊടുത്താൽ മതി. പിന്നെ എന്തായിരുന്നു, EMI ഓപ്ഷൻ ഉണ്ട്. ആക്സിസ് ബാങ്കിന്റെ തന്നെ 13% ഇൻട്രസ്റ്റില് നിങ്ങൾക്ക് EMI ഓപ്ഷൻ തരും. ഈ EMI ഓപ്ഷൻ എപ്പോഴാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത്, എപ്പോഴാണ് നിങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ടത്, അത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് എന്തായിരുന്നു, EMI വിൽ സ്റ്റാർട്ട് 6 months ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ജോബ് ആൻഡ് വിൽ ഗെറ്റ് ഡിഡക്റ്റഡ് ഫ്രം യുവർ സാലറി. നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ സാലറി കിട്ടുന്നത്, ആ സാലറി കിട്ടിയതിന് ശേഷമാണ്. ഓക്കെ, അതായത് സാലറി കിട്ടിയ ശേഷം 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കണോ എന്നുള്ളൊരു ടെൻഷനും ഇവിടെ വേണ്ട. ഓക്കെ, നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ചെലവാക്കണല്ലോ പൈസ, ഇങ്ങനെയുള്ള യാതൊരു ടെൻഷനും ഇവിടെ വേണ്ട. കാരണം എന്താണ്, നമ്മുടെ EMI ഓപ്ഷൻ ഇങ്ങനെയാണ് വന്നത്. നിങ്ങളുടെ EMI ഓപ്ഷൻ എങ്ങനെയാണ്, ജോലി കിട്ടി, ശമ്പളം കിട്ടി 6 മാസത്തിന് ശേഷമാണ് EMI സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല എടുക്കുന്നത്, നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു, കൂടുതൽ അതിനെ കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം സാലറിയിൽ നിന്നാണ് ഡിഡക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ ആണ് വരുന്നത്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. അണ്ടർ ഗ്രാജുവേഷൻ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സെയിൽസിലോ മാർക്കറ്റിലൊക്കെ എക്സ്പീരിയൻസ് വേണം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്കോ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ സാധിക്കും. പ്രവീൺ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ലാസ് കണ്ടോളാം. എന്റെ പേര് മറക്കണ്ട, പ്രവീൺ വാഗമൺ, മറക്കില്ല കേട്ടോ. ഇനി അടുത്ത ഒരു ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് വേറെയും ഈ കോഴ്സുകൾ മാത്രമല്ല, നമുക്ക് വേറെയും കുറെ കോഴ്സുകൾ ഉണ്ട്. നമ്മൾ വേറെ കോഴ്സുകൾ നോക്കുവാണെങ്കിൽ ഇവിടെ